സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന എൻ പ്രശാന്ത് IAS വീണ്ടും സസ്പെൻഷന് പിന്നാലെ സസ്പെൻഷൻ. അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് വീണ്ടും അച്ചടക്ക നടപടി. ഇന്നലെ രാത്രിയിലാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഡോക്ടർ എ ജയതിലകിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് 2024 നവംബർ 11 എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരു ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യവുമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ പ്രശാന്തിനെതിരെ നടപടി പല ഘട്ടങ്ങളിലായി നീട്ടുകയാണ് ചെയ്തത്. ബി അശോകിനെതിരെ സർക്കാർ സ്വീകരിച്ച സസ്പെൻഷൻ നടപടിയിൽ പ്രതികരിച്ചതാണ് വീണ്ടും സർക്കാരിനെ ചൊടിപ്പിച്ചത്. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ചൂണ്ടിക്കാട്ടി ഉത്തരവിറക്കി. 1.5 വർഷമായി പ്രശാന്ത് വിവിധ ചട്ടലംഘനങ്ങൾക്ക് സസ്പെൻഷനിലാണ്. ഇത് 8ാമത്തെ പ്രാവശ്യമാണ് പ്രശാന്തിനെതിരെ നടപടിയെടുക്കുന്നത്. റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് 8ാമത്തെ നടപടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.